പ്രധാന വാർത്ത. മുൻ കേരള സാങ്കേതിക സർവകലാശാല VC സിസ തോമസിന്റെ പെൻഷനും കുടിശ്ശികയും നൽകാൻ ഉത്തരവ്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റേതാണ് ഉത്തരവ്. വിവരങ്ങളുമായി വിനയ രാജ് ചേരുന്നു. വിനയ, ഈയൊരു കഴിഞ്ഞ ഗവർണർ സർക്കാർ പോരാട്ടത്തിനിടയിൽപ്പെട്ട ഒരാൾ കൂടിയാണ് ഈ ഒരു സിസ തോമസ് എന്നത്. ആ ഒരു പോരിൻ്റെ ഇടയിലാണ് സർക്കാർ ഇവരുടെ ആനുകൂല്യങ്ങളെല്ലാം പിടിച്ചു വെക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ പോയത്. പിന്നീടാണ് ട്രൈബ്യൂണലിനെ സമീപിച്ചത് സിസ തോമസ്. എങ്ങനെയാണ് ഉത്തരവ്, എന്തൊക്കെയാണ് ഉത്തരവിൽ ഉൾപ്പെട്ടിട്ടുള്ളത്? കാളിദാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരാട്ടത്തിനിടയിലായിരുന്നു സിസ തോമസിനെ VC ആയി നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ പ്രധാനമായും ഉന്നയിക്കുന്ന അല്ലെങ്കിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും ഈ മുൻ കേരള സാങ്കേതിക സർവകലാശാല VC ആയിട്ടുള്ള സിസ തോമസിന് ഒരാഴ്ചയ്ക്കകം പെൻഷനും കുടിശ്ശികയും മറ്റും നൽകാനാണ് ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെയാണ് ഉത്തരവ്. 2023 മുതലുള്ള കുടിശ്ശികയാണ് സിസ തോമസിന് നൽകാനുള്ളത്. ഇത് നൽകാനാണ് ഇപ്പോൾ ഒരാഴ്ചക്കകം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ തന്നെ ഈ സ്ഥിരം പെൻഷനും മറ്റ് സർവീസ് ആനുകൂല്യങ്ങളും സിസ തോമസിന് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും നാൾ മറ്റ് ആനുകൂല്യങ്ങളൊന്നും നൽകാത്തത് എന്ന് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫയൽ ചെയ്യാൻ സർക്കാരിനോട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ മുൻ ഗവർണറായിട്ടുണ്ടായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ കടുത്ത പോരാട്ടം തന്നെയായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലായിരുന്നു സിസ തോമസിനെ VC ആയി ഗവർണർ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ MS രാജശ്രീയെ അയോഗ്യനാക്കിയതിന് പിന്നാലെയായിരുന്നു 2022 നവംബറിൽ സിസ തോമസിനെ VC ആയി ഗവർണർ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ നിയമനം അയോഗ്യമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ അടക്കം രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ ഈ നിയമനം ചട്ടവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ഈ സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനടക്കം സർക്കാർ സാഹചര്യമുണ്ടായിരുന്നു. ഇതിനെതിരായ നിയമ പോരാട്ടം ട്രൈബ്യൂണൽ മുതൽ സുപ്രീം കോടതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പോരാട്ടങ്ങൾക്ക് തന്നെയായിരുന്നു പിന്നീട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഹൈക്കോടതിയെ സമീപിക്കുന്നു, സുപ്രീം കോടതി സമീപിക്കുന്നു. എന്നാൽ ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണെങ്കിൽ കൂടി ഈ ഗവർണറുടെ നിയമനം ശരിയാണ് എന്ന തരത്തിലുള്ള അല്ലെങ്കിൽ എന്നായിരുന്നു പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. അതിനെതിരെ തുടർന്ന് ഹൈക്കോടതിയുടെ വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഈ ഗവർണറാണ് സിസ തോമസിനെ നിയമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ നടത്തിയ നിയമനം ശരിയാണെന്നായിരുന്നു ശരിവെക്കപ്പെട്ടതോടെയാണ് തുടർന്ന് ഈ അച്ചടക്ക നടപടിയിലേക്കൊന്നും തന്നെ സർക്കാർ കടക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഈ കേസ് ഹൈക്കോടതി പരിഗണിച്ചപ്പോഴേക്കും സിസ തോമസ് സർവീസിൽ നിന്നും വിരമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സിസ തോമസ് സർവീസിൽ നിന്ന് വിരമിച്ചപ്പോഴും സിസ തോമസിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ ഈ പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതെല്ലാം തന്നെ സർക്കാർ തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെതിരെയായിരുന്നു സിസ തോമസ് പിന്നീട് ഈ ട്രൈബ്യൂണലിനടക്കം തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിരമിക്കലിന് ശേഷവും ലഭിക്കേണ്ട ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കാണിച്ചുകൊണ്ട് തന്നെ സർക്കാരിന് അല്ലെങ്കിൽ സിസ തോമസ് വിവരാവകാശ നിയമപ്രകാരം പിന്നീട് സർക്കാരിനെ സമീപിച്ചപ്പോഴാണ് ഈ ഹൈക്കോടതി വിധിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയാണെന്ന് പിന്നീട് വ്യക്തമായിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചപ്പോഴും സിസ തോമസിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. 2023 ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടായിരുന്നത്. എന്നാൽ ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടായിട്ടും സർക്കാർ ഈ പെൻഷനോ അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങളൊന്നും തന്നെ സിസ തോമസിന് നൽകിയിട്ടുണ്ടായിരുന്നില്ല. ഇതിനെതിരെയായിരുന്നു പിന്നീട് സിസ തോമസ് ഈ ട്രൈബ്യൂണലിനെ അടക്കം തന്നെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് ഇപ്പോൾ ഒരു അനുകൂല നടപടി ഉണ്ടായിരിക്കുന്നത്. സർക്കാരിന് തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പ്രധാനമായും ഈ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹയാണ് സിസ തോമസ്. പിന്നീട് എന്തുകൊണ്ടാണ് ഈ ആനുകൂല്യങ്ങൾ ഇത്രയും കാലം തടഞ്ഞു വെച്ചത് എന്നതിന് സർക്കാർ മറുപടി നൽകണം. കൂടാതെ തന്നെ 2 ആഴ്ചയാണ് സമയം നൽകിയിരിക്കുന്നത്. ഈ ആഴ്ചയ്ക്കുള്ളിൽ തന്നെ സിസ തോമസിന് നൽകേണ്ട കുടിശ്ശിക അടക്കം തന്നെ 2023 മുതലുള്ള കുടിശ്ശികയുണ്ട്. അതെല്ലാം തന്നെ തീർക്കണം എന്നൊരു നിർദ്ദേശവുമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. കാളിദാസ്, അപ്പോൾ ഈ ട്രൈബ്യൂണലിൽ ചോദിച്ച എന്തുകൊണ്ട് ഈ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചു എന്ന ട്രൈബ്യൂണലിലെ ചോദ്യത്തിന് സർക്കാർ ഇനിയും മറുപടി തന്നിട്ടില്ല. വിശദീകരണത്തിന് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്, അല്ലേ?
തീർച്ചയായും എന്തായാലും ഒരാഴ്ചത്തെ സമയമാണ് സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്നത് ഈ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുന്നതിന് വേണ്ടി തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരാഴ്ച സമയം തന്നെയായിരിക്കും സർക്കാരിന് മുന്നിലുണ്ടാകുന്ന ഒരു സമയം എന്ന് പറയുന്നത്. ഈ ഒരാഴ്ചക്കകം തന്നെ ഈ വിശദീകരണം ഫയൽ ചെയ്ത് നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാരണം സർവീസിൽ നിന്നും വിരമിച്ച ഒരാൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളാണ്. കൂടാതെ ഹൈക്കോടതി ശരിവെച്ച നിയമനമാണ്, സുപ്രീം കോടതി ശരിവെച്ച നിയമനമാണ്. എന്നിട്ട് പോലും ഈ സിസ തോമസിന് അനുകൂലമായിട്ടുള്ള നടപടിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടില്ല. സർക്കാർ അത് വീണ്ടും തടയുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും തടഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും ഭാഗത്തു നിന്നും ഒരു അനുകൂല നടപടി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചത് എന്നടക്കം തന്നെ വ്യക്തമായി വിശദീകരിക്കേണ്ടി വരും. ഈ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലാണ് ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരാഴ്ചക്കകം തന്നെ സർക്കാരിനും ഈ ഒരു കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ട കാര്യമുണ്ട്. കാരണം എത്തരത്തിലാണ് അല്ലെങ്കിൽ ഒരു ഗവർണർ സർക്കാർ പോയി നമുക്കറിയാം, മുൻ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിൽ വലിയ പോരാട്ടങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. പരസ്പരം പഴിചാരുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാനാണ് നിയമനം നടത്തിയത് എന്നതിന്റെ പേരിലാണ് അല്ലെങ്കിൽ പേരിലായിരുന്നു ഈ സിസ തോമസിന് ഇത്രയും അവഗണന നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ സർക്കാർ ഗവർണർ പോരിന്റെ ഒരു ഇരയായി മാറുകയായിരുന്നു സിസ തോമസ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇവരുടെ പോരാട്ടങ്ങൾക്കുള്ള ഒരു ഇരയായി മാറിയിരിക്കുകയാണോ എന്നടക്കം വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും കാലം 2023 മുതലുള്ള കുടിശ്ശികയും പെൻഷനും മറ്റുമാണ് സിസ തോമസിന് ലഭിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും കാലം എന്തുകൊണ്ട് ഇത് നൽകിയില്ല എന്നടക്കം സർക്കാരിന് വ്യക്തമാക്കേണ്ടി വരും. എന്തായാലും ഒരാഴ്ചക്കകം തന്നെ സർക്കാരും ഇതിലൊരു അല്ലെങ്കിൽ ഒരു വിശദീകരണവുമായി രംഗത്ത് വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാളിദാസ്.